ഓക്കെ. ആദ്യം എന്ന് നിന്റെ മൊയ്തിയില്ലേ കാഞ്ചനമാലയുടെ അടുത്ത് പറയുന്ന ആ ഒരു സീൻ. ഓക്കെ. ഒരു ത്യാഗം ചെയ്യാനായിട്ട് വന്നവനല്ല ഞാൻ. എന്തായാലും എന്റെ മൊയ്തീനെ അടിച്ചില്ല എന്ന് എനിക്ക് ഉറപ്പാ കാഞ്ചന. എന്റെ കണ്ണിന്റെ ഉള്ളില് എന്റെ ജീവിതം തരുന്നതാണ്. അതിനുള്ള മനസ്സാക്ഷി എനിക്കില്ല കാഞ്ചന. എന്നെ പോലൊരു പെൺ ഈ ലോകത്ത് വേറെ ഉണ്ടാവില്ല. എന്റെ മനസ്സിലുള്ള സ്നേഹം എന്തെങ്കിലും ഈ ലോകം അംഗീകരിക്കും. സത്യം മാം. എന്റെ അതിമുഖത്തിന് മാം മാം. ഇനിയിപ്പോ എനിക്ക് ഡബിങ്ങിന് പോകാൻ പറ്റാത്ത സമയത്ത് വൈഷ്ണവിനെ വിളിച്ച് വിട്ടാൽ മതിയല്ലോ. ഇവിടെ പോയി കുറച്ച് ഡബ് ചെയ്തിട്ട്. ആണോ? അങ്ങനത്തെ പരിപാടി ഉണ്ടോ? നിങ്ങള് റെയിൽവേയുടെ പെർമനന്റ് സ്റ്റാഫ് ആണോ? അല്ല, ടെമ്പററി ആണ്. ഇപ്പോഴാണെങ്കിൽ കിട്ടം പാസ്സാവണം. അപ്പോ ഈ ഗേറ്റില് ജോലി പോയാ വേറൊന്നും കിട്ടില്ല അല്ലെ? ഒരു നാടിന്റെ സ്വപ്നം എന്നൊക്കെ പറഞ്ഞ് എന്നോട് കൊണ്ടുവന്നത് ചില ആളുകളുടെ വ്യക്തി താല്പര്യങ്ങളാണ്. എനിക്ക് നന്നായിട്ട് അറിയാം. അല്ലെങ്കിൽ തന്നെ സ്വന്തം കീശൂർപ്പിക്കുന്ന തിരക്കിനിടയിൽ ജനങ്ങൾക്ക് നന്മ ചെയ്യാൻ ഏത് രാഷ്ട്രീയക്കാരനെ നേരം. ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു പാലം തന്നെ യാതൊരു ആവശ്യവും ഇവിടുത്തെക്കാർക്കില്ല. അതുകൊണ്ട് തന്നെ ടെക്നിക്കലി ഫീസിബിൾ അല്ല എന്ന കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പാലത്തിനോട് നിർത്തിവെച്ചു. എന്നേക്കാളും നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഇല്ല ഇല്ല. ഇനിയിപ്പോ അതൊക്കെ വൈഷ്ണവിനെ പിടിച്ചോണ്ട് പോകണ്ട. ഡബിങ്ങിന് എനിക്ക് പറയാൻ പറ്റാത്ത വാക്കുകളുടെ വൈഷ്ണവിനെ കൂടെ പറയും. എനിക്ക് മറ്റേ പഠനത്തിന്റെ ഒരു ഷൂട്ടിന്റെ ഒരു തിരക്കുള്ള കാരണം ചെറിയ ജാടൊക്കെ കാണിക്കാൻ തുടങ്ങിയോ? ഞാൻ തമാശ പറഞ്ഞതാണ്. ഇതിന്റെ പേരിൽ ആരും ഞാനില്ലാന്ന് പറഞ്ഞ് വൈഷ്ണവിനെ പിടിച്ച് ഡബ് ചെയ്യിക്കണ്ട. ഞാൻ തമാശ പറഞ്ഞതാണ്. കാര്യം ഇല്ലെങ്കിൽ ഇനിയിപ്പോ മറ്റേ പ്രൊഡ്യൂസേഴ്സൊക്കെ ആ പരിപാടി അറിയും. ടോവിനെ തിരക്കാണോ? ഓക്കെ, അവരോട് പോകാൻ പറയാം. വൈഷ്ണവിനെ ഡബ് ചെയ്യിക്കാം.